ഹായ് ഓൾ KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ കാണിക്കാമെന്ന് പറഞ്ഞാൽ ശ്രുതിയും ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ് താൻ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്ന്. അപ്പോൾ അവൾ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോയി. അതിനുശേഷം പറയാണ് എനിക്ക് ഇരുട്ടിനെ ഭയമാണ്, ലൈറ്റ് വേണം എന്നൊക്കെ പറയാണ്. അപ്പോൾ താഴെ കാണിക്കുന്നത് അച്ഛൻ വന്നിട്ട് പറയാണ് ഇതെന്താ ഇതൊക്കെ മാറ്റിയിട്ടിരിക്കുന്നത്. അപ്പോഴാണ് സച്ചി കുടത്തിൽ വെള്ളം കൊണ്ട് വരുന്നത് അച്ഛൻ കണ്ടത്. ഇതെന്താടാ കുടത്തിൽ വെള്ളമൊക്കെ ആയിട്ട്. സച്ചി കളിയാക്കാണ്. ഇത് വെള്ളം തലയിൽ വെക്കുന്നതിനേക്കാൾ നല്ലത് ഒക്കത്ത് വെക്കുന്നതാ. അല്ല നീ ഇതുകൊണ്ട് എങ്ങോട്ടാ? ഇങ്ങോട്ടുമില്ല, ഇതൊക്കെ അച്ഛമ്മയുടെ പണിയാ അച്ഛാ. അച്ഛമ്മയുടെ പണിയോ? ആ. അപ്പോഴാണ് അച്ഛമ്മ ഒരു വലിയ പാത്രത്തിൽ പപ്പടവും പൊരിച്ചിട്ട് വരുന്നത് കാണുന്നത്. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് എന്താ അമ്മ ഇത്? ഇത്രയും പപ്പടം കഴിച്ചാൽ രാത്രി ഉറങ്ങാൻ പറ്റില്ല. ഇത് കഴിക്കാനുള്ളതല്ല രവി, ഇത് ഉടക്കാനുള്ളതാ. ഉടക്കാനോ? സച്ചി ആ അതേ, എൻ്റെ ഇവളുടെയും തലയിൽ ഉടക്കാൻ. അച്ഛമ്മ പറയാണ് അന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ ഈ ചടങ്ങൊന്നും ഇവർക്ക് നടത്തിയില്ലല്ലോ, ഇപ്പം നടത്തണമെന്ന് എനിക്കൊരാഗ്രഹം. ഓ അങ്ങനെ. എങ്ങനെ നടത്താനാ? കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞ് ഇവൻ പോയില്ലേ. തിരികെ വന്നതോ ശബരിമലക്ക് പോകാൻ വേണ്ടി മാല ഇട്ടുകൊണ്ട്. എന്തായാലും ഇന്ന് നടത്താൻ തീരുമാനിച്ചത് നന്നായി, എനിക്ക് സന്തോഷമായി. ചന്ദ്രയെ വിളിക്കണോ? അയ്യോ വേണ്ടായേ, വന്നാൽ അതും ഇതുമൊക്കെ പറഞ്ഞ് ഉള്ള സന്തോഷം കൂടി കളയും. പിന്നെ അച്ഛൻ പറയാണ് എടാ മകാനെ, ആ കുട അങ്ങോട്ട് വെച്ചിട്ട് അവിടെ ഇരുന്നാട്ടെ. ഉവ്വേ. അച്ഛമ്മ പപ്പടവും പാത്രവും അവിടെ വെച്ച് എന്നിട്ട് കയ്യിൽ കിടന്ന മോതിരം കഴിച്ചു. മോതിരം കണ്ടല്ലോ, ഞാൻ ഈ മോതിരം കുടത്തിലേക്ക് ഇടാൻ പോവുക. ഇത് നിങ്ങൾ 2 പേരിൽ ആരെടുക്കുമെന്ന് നോക്കാം. സച്ചി വെപ്രാളപ്പെട്ട് മോതിരം എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അച്ഛമ്മ തടുത്ത് വെച്ച് അച്ഛമ്മ പറയാണ് എടാ ഞാൻ പറയൂ അപ്പം ചെയ്താൽ മതി. രവി ആ എന്ന് പറഞ്ഞ് അവർ 2 പേരും അപ്പുറം ഇപ്പുറം മാറിയെന്നു. എന്നിട്ട് പറഞ്ഞു ഇനി ആരംഭിച്ചു. 2 പേരും മത്സരിച്ച് കുടത്തിൽ കൈയിടുകയാണ്. അച്ഛനും മുത്തശ്ശിയും പ്രോത്സാഹനം കൊടുക്കുകയാണ്. എടുക്ക് മോളെ എടുക്ക് രേവതി മോളെ എടുക്ക് മോളെ എടുക്ക് രേവതി മോളെ എടുക്ക് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയാണ് അച്ഛമ്മ. സച്ചി മോതിരം കൊണ്ട് എണീറ്റു. വിജയിച്ചേ സച്ചി വിജയിച്ചേ, മോതിരം ഞാൻ എടുത്തേ, എടാ കാണിക്കടാ, എന്നെ വിശ്വാസമില്ലേ എന്ന് പറഞ്ഞവൻ മോതിരം കാണിച്ചു കൊടുത്തു. രണ്ടണേ എന്ന് പറഞ്ഞവൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ അച്ഛൻ പറയാണ് ഷെടാ എന്താ മോളെ രേവതി നീ എടുക്കണ്ടേ, എൻ്റെ അടുത്താ കളി. രേവതി വിട്ടു തന്നോണ്ടാ നീ എടുത്ത്. പിന്നെ മോതിരം ഞാനെടുത്തതാ അച്ഛമ്മേ, എൻ്റെ കയ്യിൽ പിടിച്ച് വേദനിപ്പിച്ചിട്ടെടുത്തതാ. എടാ മഹാഭാവി, എങ്ങനെയാലും മോതിരം ഞാനല്ലേ എടുത്തത്. ഞാനാ ജയിച്ചത്. അപ്പോൾ അച്ഛൻ പറയാണ് നീ ഒരു കാര്യം ചെയ്യ്, നീ അതെടുത്തിട്ട് രേവതി മോളെ കയ്യിലേക്ക് ഇട്ട് കൊടുക്ക്. ഇല്ല, നീ പിച്ച് വേദനിപ്പിച്ചിട്ട് എടുത്തതല്ലേ, നീ അങ്ങോട്ട് കൊടുത്തേ. ഇത് അച്ഛമ്മയുടെ മോതിര, ഞാൻ കൊടുക്കില്ല. അച്ഛമ്മ കൊടുക്കടാ. അപ്പം ഞാൻ ജയിച്ചത് വെറുതെ ആയോ? അപ്പോൾ അച്ഛൻ നീയല്ല മോളാ ജയിച്ചേ, മോതിരം ഇട്ട് കൊടുക്കടാ അവൾക്ക്. മോളെ കൈ നീട്ടി കൊടുക്ക്. ഇട്ട് കൊടുക്കടാ. നല്ല സന്തോഷത്തിൽ അവൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നിങ്ങളിരുന്നോ, പപ്പടം എടുത്തോ, ആരംഭിച്ചോ. ഇരിക്ക്, ആരംഭിച്ചോ. അങ്ങനെ 2 പേരും പപ്പടം തലയിൽ പൊട്ടിച്ച് മത്സരിക്കുകയാണ്. അച്ഛനും അച്ഛമ്മയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് 2 പേരെയും. ഒടുക്കം അവർ തന്നെ തലയിൽ കിടന്ന പപ്പടമൊക്കെ അപ്പുറം ഇപ്പുറം മാറ്റി വൃത്തിയാക്കി കൊടുക്കുകയൊക്കെ ചെയ്തു. അതും കണ്ട് അച്ഛനും അച്ഛമ്മയ്ക്കൊക്കെ സന്തോഷമായി. പിന്നെ കാണിക്കുന്നത് ശ്രുതിയെയാണ്. അങ്ങനെ ശ്രുതി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരികയാണ് അവൻ്റെ അടുത്ത്. ആ സമയത്തൊരു പാട്ടൊക്കെ ഉണ്ട്. ശ്രുതിയെ പൊക്കിയെടുത്ത് വട്ടം കറക്കുകയൊക്കെ ചെയ്യാണ്. പാട്ടൊക്കെ കഴിഞ്ഞ് ശ്രുതി ഒരു ട്രെയിൽ കുറച്ച് ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് വരികയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് ശ്രുതി എന്താ ഇത്? ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പരിപാടി വെസ്റ്റേൺ സ്റ്റൈലായിരിക്കുമെന്ന്. ചോക്ലേറ്റ് എടുക്ക്. ചോക്ലേറ്റും ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അപ്പോൾ ചോക്ലേറ്റ് എടുത്ത് 2 പേരും പരസ്പരം കൊടുക്കുകയാണ്. ജ്യൂസ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അങ്ങനെ അവരുടെ ഫസ്റ്റ് നൈറ്റ് ആരംഭിക്കുകയാണ്. പിന്നെ രാവിലെയായി അച്ഛൻ പേപ്പറൊക്കെ വായിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര അതേവഴി പോകുമ്പോൾ ചോദിക്കുകയാണ് അച്ഛൻ ചന്ദ്ര നീ എങ്ങോട്ടാ? ഞാൻ ക്ഷേത്രത്തിലേക്ക്. കല്യാണം ഭംഗിയായിട്ട് നടക്കാൻ നേർച്ച നേർന്നിരുന്നു. കുറേ വഴിപാടുണ്ടായിരുന്നു കഴിക്കാൻ. ശ്രുതിയെയും കൂട്ടുന്നില്ലേ? പിന്നെ അല്ലാതെ. അവരിനിയും റെഡിയായില്ലേ? അവർ എഴുന്നേറ്റിട്ടുണ്ടോ റെഡിയാവാൻ വേണ്ടിയിട്ട്? റൂമിന് തട്ടാമായ ചന്ദ്ര പിന്നോട്ടേക്ക് അടിക്കുകയാണ് തട്ടാതെ. പക്ഷേ അച്ഛൻ പറയാണ് ഈ അടുത്ത കാലത്തൊന്നും അവരെ കൊണ്ട് രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോഴേക്ക് രേവതി അതുവഴി വരികയാണ്. രേവതി വന്നിട്ട് അച്ഛനോട് പറയാണ് അച്ഛാ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്, കഴിച്ചോ. സച്ചി എഴുന്നേറ്റില്ല മോളെ? എഴുന്നേറ്റു, കുളിക്കുക. അവനും കൂടി വരട്ടെ, എന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാം.
അച്ഛന് ചായയോ കോഫിയോ എന്തെങ്കിലും മറ്റേ? ഇപ്പോൾ ഒന്നും വേണ്ട മോളെ. അപ്പോൾ ചന്ദ്ര പറയാണ്, അവിടെ ഒന്ന് നിന്നേ. നിൽക്ക്, ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ഉണ്ടാക്കിയത്? എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഇന്നലെ രാത്രി ചോദിച്ചപ്പോൾ തന്നെ അമ്മ പറഞ്ഞിരുന്നില്ലേ? ശ്രുതിക്ക് എന്താ ഇഷ്ടമെന്ന് ചോദിച്ചിട്ട് അതുണ്ടാക്കിയാൽ മതി. മണി 10 ഇനി എപ്പോൾ ഉണ്ടാക്കി കൊടുക്കാനാ? ഉച്ചയ്ക്ക് വേണമെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പം പറ്റില്ല, 10 മണിയായി. അതെന്താ 10 മണി 10 മണി 2 പ്രാവശ്യം എടുത്ത് പറയുന്നേ? അവൾ എപ്പോൾ വേണമെങ്കിലും എണീറ്റ് വരട്ടെ. അവൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നീ ഉണ്ടാക്കി കൊടുത്തിരിക്കണം. അവർ സന്തോഷമായിട്ട് കഴിയുന്നത് നിനക്ക് പിടിക്കുന്നില്ല അല്ലേ? അവരെങ്ങനെ കഴിഞ്ഞാലും എനിക്കെന്താ അമ്മേ? ഇപ്പം അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതും പറഞ്ഞ് വീണ്ടും അവൾ പോകാൻ ഒരുങ്ങി. വീണ്ടും ചന്ദ്ര പറയാണ്, അവിടെ നിൽക്ക്, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിരിക്കണം. അപ്പം അച്ഛൻ പറയാണ്, ചന്ദ്രേ, രാവിലെ തന്നെ നീ എന്തിനാ രേവതിയുടെ മെക്കിട്ട് കയറുന്നത്? മോള് ചെല്ല്. നിങ്ങളിങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാ അവൾ എന്നെ ബഹുമാനിക്കാത്തത്. അങ്ങോട്ട് ബഹുമാനം കൊടുക്കണം, എന്നാലേ അത് തിരിച്ചു കിട്ടുള്ളൂ. എൻ്റെ അമ്മായി അമ്മയാണോ അവൾ ബഹുമാനിക്കാൻ? നിൻ്റെ അമ്മായി അമ്മയെ നീ ബഹുമാനിക്കാറുണ്ടോ? ദേ എന്നെ കൊണ്ട് കഴിഞ്ഞതൊന്നും പറയിപ്പിക്കണ്ട. സച്ചി വന്നു. രേവതി, ആ അതാ വരുന്നു. എന്താ വിളിച്ചേ? എൻ്റെ നീല കളർ ഷർട്ട് എവിടെ? ഷെൽഫിൽ തന്നെ കാണും. ഷെൽഫിലില്ല. ഇനി മടക്കി വെച്ചപ്പോഴെങ്ങാനും സുധിയുടെ ഷർട്ടിൻ്റെ കൂടെ പോയോ? എടാ സുധി എന്ന് പറഞ്ഞ് അവൻ വാതിൽ തട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചന്ദ്ര പിന്നാലെ പോവാണ്. എടാ സച്ചി, എടാ. സച്ചി വാതിലിന് മുട്ടിയിട്ട് സുധി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പോയിട്ട് പറയും, നീ എന്തായി കാണിക്കുന്നേ? എന്ത് കാണിക്കാൻ? എൻ്റെ ഷർട്ട് ആ മുറിയിലുണ്ടോ നോക്കണം. നീ ഈ ഷർട്ട് ഇട്ടിട്ട് പോയാൽ മതി. നീ വാതിലിനൊന്നും തട്ടണ്ട. നീ ഈ മുറിയിൽ കയറിയും വേണ്ട. ഈ മുറിയിൽ എന്താ കടിക്കുന്ന പട്ടികളുണ്ടോ? ഇവിടെ ഒരു ബോർഡ് വെക്ക്, അകത്ത് കടിക്കുന്ന പട്ടികളുണ്ട്, ആരും അകത്തേക്ക് പോകാൻ പാടില്ല എന്ന്. മാറി നിൽക്കുക അങ്ങോട്ട്. അപ്പോൾ ചന്ദ്ര പറയാണ്, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീ ഈ മുറിയിൽ കയറണ്ട. അപ്പോൾ സച്ചി പറയാണ്, എന്തുകൊണ്ട് എനിക്ക് കയറിക്കൂടാ? വിവരമുള്ളവർക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഈ മുറിയിൽ കയറിക്കൂടാന്ന്. അതെങ്ങനെയാ? പഠിച്ചിരുന്നെങ്കിലല്ലേ വിവരം ഉണ്ടാവുള്ളൂ. ഓ പിന്നെ, നിങ്ങൾ പഠിച്ച് വലിയ ഡോക്ടറാണല്ലോ. ചന്ദ്രമതി MBBS MD. ചന്ദ്രേ, നീ എന്തിനാ അവരെ തടയുന്നേ? മക്കൾ ഉറങ്ങിക്കോട്ടെ. എന്തിനാ അവരെ ശല്യപ്പെടുത്തുന്നേ? മണി 10 ഇനിയും അവർക്ക് ഉറങ്ങി എണീക്കാറായില്ലേ? നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇന്ന് ഇവിടെ നിന്ന് പോയി തരുമോ? എനിക്കെൻ്റെ ഷർട്ട് കിട്ടിയാൽ ഞാൻ പോയിക്കോളാം. സച്ചി, നീ വിട്ടുകളാ. നീ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നോക്ക്. മോളെ രേവതി, അവനെ വിളിച്ചു പോയോ? വാ. ചന്ദ്രയോട് എന്ന് പറഞ്ഞിട്ട് സച്ചി പോയി. സച്ചി താഴെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അടപ്പ് തുറന്നപ്പോൾ തന്നെ കണ്ടത് പൂരിയാണ്. ഹായ് പൂരി, എടുത്ത് വെക്ക്. സച്ചിയുടെ ആ സന്തോഷം കണ്ട് രേവതിക്ക് ചിരി വന്നു. ഇട്ടോ. അപ്പോൾ അവിടെ ചന്ദ്ര വന്നിട്ട് പറയാണ്, എന്താ ഇത്, പൂരിയോ? ഇത് ശ്രുതിക്ക് ഇഷ്ടമാണെന്നറിയോ? അവളോട് ചോദിച്ചിട്ട് അവൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞതല്ലേ ഞാൻ. ശ്രുതി എഴുന്നേറ്റ് വന്ന് ഇഷ്ടം പറയുന്നത് വരെ എല്ലാവരും വിശന്നിരിക്കണോ അമ്മേ? ഇദ്ദേഹത്തിന് ഇഷ്ടം പൂരിയാ, അതുകൊണ്ടാണ് ഞാൻ ഇതുണ്ടാക്കിയത്. അങ്ങനെ പറഞ്ഞു കൊടുക്ക് രേവതി. അവരടുത്ത കറീൻ്റെ മൂടി തുറന്നിട്ട് എന്താ മണം, പെട്ടെന്ന് വിളമ്പ് എന്ന് പറയാണ് സച്ചി. അപ്പോൾ ചന്ദ്ര പറയാണ്, ഇവന് ഇഷ്ടമുള്ളത് ഈ വീട്ടിൽ എല്ലാവരും കഴിക്കണോ? കഴിക്കാം, കഴിക്കാതിരിക്കാം, ഒരു നിർബന്ധവും ഇല്ല. പിന്നെ പട്ടിണി കിടക്കണോ ഞങ്ങൾ? അതൊക്കെ നിങ്ങളെ ഇഷ്ടം. രേവതി ഉണ്ടാക്കിയത് ഇഷ്ടമാണെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കി കഴിക്കാം. കഴിക്കുന്നതിനെ പറയാണ്, എന്താ ടേസ്റ്റ്, സൂപ്പർന്ന്. സച്ചി, അച്ഛമ്മേ, ഇരിക്കി കഴിക്കാം. പൂരി മസാലയും കണ്ടപ്പോൾ അവൻ്റെ സന്തോഷം കണ്ടില്ലേ മോളെ? പൂരി മസാലയും രേവതി സൂപ്പറായിട്ടുണ്ടാക്കും. എന്താ ടേസ്റ്റ്. അപ്പോൾ അച്ഛൻ പൂരി മസാലയും മാത്രമല്ല, രേവതി മോൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങൾക്കും നല്ല ടേസ്റ്റാണ്. രേവതി ഉണ്ടാക്കുന്ന അത്രയും രുചിയുള്ള ഭക്ഷണം ഞാൻ എൻ്റെ ജീവിതത്തിൽ എവിടെ നിന്നും കഴിച്ചിട്ടില്ല, സത്യം. സച്ചി പറയാണ്, പൂരിയുടെ മണടിച്ച് ചിലരുടെ വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളമുണ്ട്. മിക്കവാറും ഒരു കപ്പൽ ആ വായിൽ നിന്ന് നമ്പൂരി വിടും. പിന്നെ കാണിക്കുന്നത് സച്ചിയെയും ശ്രുതിയെയും സുധിയെയാണ്. എന്നിട്ട് അവൾ ഡ്രസ്സൊക്കെ മാറ്റി ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ സുധി പറയാണ്, എന്തിനാ എന്നെ രാവിലെ തന്നെ വിളിച്ചുണർത്തിയത്? ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ ആൻറ്റി വഴക്ക് പറയും. നമുക്കിന്ന് ക്ഷേത്രത്തിൽ പോകണോ ശ്രുതി? വേണ്ട, ഫുൾ ടൈം വാതിലടച്ച് ഈ മുറിക്കകത്ത് തന്നെ ഇരിക്കാം. ഇപ്പം തന്നെ എഴുന്നേറ്റ് റെഡിയാവാൻ വഴുകി. അവരൊക്കെ എന്ത് വിചാരിക്കും? ഒന്നും വിചാരിക്കില്ല. അങ്ങനെ പോയേ പറ്റൂ എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. അയ്യടാ, മനുഷ്യനെ വെറുതെ നാണം കെടുത്താതെ വാതിൽ പോയി തുറക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. ചെല്ല് വാതിലുറക്ക്. ചെല്ല് സുധി. മോളിരിക്കും മോളെ. അപ്പോൾ അച്ഛനും കഴിക്ക് രേവതി. അച്ഛൻ ഞാൻ പിന്നെ കഴിച്ചോളാം. മക്കളിരിക്ക്, കഴിച്ചിട്ട് പോകാം. ക്ഷേത്രത്തിൽ പോയിട്ട് വന്നിട്ട് കഴിച്ചാൽ പോരെ ആൻറ്റി?
കഴിച്ചിട്ട് പോകാം മോളെ. സമയം എത്രയായിന്നാ വിചാരം? ഇരിക്കെ മക്കളെ. ശ്രുതി ഇരിക്കേ. ഇരിക്കടാ ശ്രുതി എന്ന് പറഞ്ഞ അച്ഛൻ കസേര നീട്ടിയിട്ട് പോയിക്കാണ്. അപ്പോൾ ശ്രുതി ചോദിക്കാണ്, ഇതെന്താ പൂരിയാ? അത് മോൾക്ക് ഇഷ്ടമല്ലേ? ആൻറ്റി, എണ്ണയെ പൊരിച്ചതൊന്നും എനിക്കിഷ്ടമല്ല, ഞാൻ കഴിക്കാറില്ല. സച്ചി, പൂരി എണ്ണയിലല്ലാതെ പിന്നെ പച്ചവെള്ളത്തിലാണോ അച്ഛാ പൊരിക്കുന്നത്? അങ്ങനെ അവർ രണ്ടുപേരും ഇവിടെ വാക്കേറ്റായി, ശ്രുതിയും സച്ചിയും ഒക്കെ ആയിട്ട്. അപ്പോൾ മിണ്ടാതിരുന്ന് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിച്ചോളുക, അല്ലെങ്കിൽ നീ ചെന്ന് നിൻ്റെ ഭാര്യയ്ക്ക് പച്ചവെള്ളത്തിൽ പൂരി വെച്ച് കൊടുക്ക്. ശ്രുതി, നീ അവനോടൊന്നും സംസാരിക്കണ്ട. നിനക്ക് പൂരി മസാലയും വേണോ? ആ വേണം. വേണം അമ്മേ, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ശ്രുതി പറയാണ്, ശ്രുതി രാവിലെ ഇതൊന്നും കഴിക്കരുത്, അസിഡിറ്റി വരും. ആ, ഒരേ ഇരിപ്പിരുന്നാൽ അതൊക്കെ വരും, ഓടിച്ചാടി നടന്ന് ജോലി ചെയ്താൽ അതൊന്നും വരില്ല, സച്ചി പറയാണ്. അല്ലേ അച്ഛമ്മേ? പിന്നെ അല്ലാതെ. ദിവസവും കഴിക്കരുതെന്നേ ഉള്ളൂ, വല്ലപ്പോഴും കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് ഇത്രയും വയസ്സായ അച്ഛമ്മ കഴിക്കുന്നു. അച്ഛമ്മ തോട്ടത്തിൽ ഓടിച്ചാടി നടക്കുന്നത് കൊണ്ടാണ്. അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവും. എല്ലാ സമയവും നിന്ന് ജോലി ചെയ്യുന്നതുകൊണ്ടാണ് നിനക്ക് അസിഡിറ്റി വരുന്നത്. അപ്പോൾ ശ്രുതി പറയാണ്, എല്ലാ ജോലിയും ഓടിച്ചാടി നടന്ന് ചെയ്യാൻ കഴിയില്ല. ദിവസം മുഴുവൻ നിന്ന് ജോലി ചെയ്യുന്നതിന് നല്ല ബുദ്ധിമുട്ടുണ്ട്, ശ്രുതി പറയാണ്. ഇവന് പറഞ്ഞാൽ മനസ്സിലാവില്ല മോളെ. കാർ ഓടിക്കുന്നതല്ല ഏറ്റവും വലിയ ജോലി, അതിനപ്പുറം ലോകത്തൊരു ജോലിയും ഇവനറിയില്ല. അപ്പോൾ അച്ഛൻ, ചന്ദ്രേ, നിനക്കെന്താ അതിനെക്കുറിച്ചൊരു പുച്ഛം? കാർ ഓടിക്കുന്നതും ഒരു ജോലി തന്നെയാണ്. പിന്നെ ജോലി. അങ്ങനെ ശ്രുതിയുടെയും പക്ഷം ചേർന്ന് പറയുന്ന ചന്ദ്രയാണ്. അതുകൊണ്ട് അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സച്ചിക്ക് അവരെ ഇഷ്ടമല്ല, അവർക്ക് സച്ചിയെയും ഇഷ്ടമല്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ, ബായ്.